بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുമായി ഏതെല്ലാം നിലക്ക് നല്ല നിലക്ക് സഹവസിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ച, നിർദ്ദേശിച്ച ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഭർത്താക്കന്മാരോട് വളരെ കൃത്യമായി തന്നെ കൽപ്പിച്ചു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറണം, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ അവരുമായി ഇടപഴകണം. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും തന്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികമായ സൗകര്യങ്ങളെക്കാളും ജീവിതത്തിലെ മറ്റു സജ്ജീകരണങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവിൽ നിന്ന് ഏറ്റവും നല്ല പെരുമാറ്റം കിട്ടണം. അതാണ് എല്ലാ സ്ത്രീകളും കൊതിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച പുരുഷ ലോകത്തോട് ഇസ്ലാം പറഞ്ഞത്, ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുന്നവനാണ് മാന്യൻ. അത് അവരുടെ ജീവിതത്തിന്റെ ആരംഭ ദിവസമായ പ്രഥമ രാത്രി തൊട്ട് തന്നെ ശ്രദ്ധിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആദ്യമായി തന്റെ ഇണയെ കാണുന്ന ഘട്ടത്തിൽ തന്നെയും വളരെയേറെ അനുകമ്പയും അതുപോലെ തന്നെ ദയയും സന്തോഷ പ്രകടനങ്ങളും ഉണ്ടായിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും നിലക്കുള്ള മധുരപാനീയങ്ങളോ അത് മുഖേനയൊക്കെ അവരുടെ ജീവിതത്തിന് അവർ തുടക്കം കുറിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പ്രകടമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകന് പുതുമണവാട്ടിയായിക്കൊണ്ട് അണിയിച്ചു ഒരുക്കിക്കൊടുത്ത മഹദിയായിരുന്നു അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് അസ്മകളുണ്ട്. അസ്മാ ബിൻത് ഉമൈസ്, അതുപോലെ തന്നെ അസ്മാ ബിൻത് അബീബക്കർ, അതുപോലെ അസ്മാ ബിൻത് യസീദ്. വളരെയേറെ പ്രസിദ്ധകളാണ് ഈ മൂന്ന് അസ്മാവുകളും. അതിൽ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ അവര് പറയുന്ന ഒരു സംഭവമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ
അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഞാനാണ് അണിയിച്ചൊരുക്കി കൊടുത്തത് പുതുമണവാട്ടിയാക്കിയിട്ട്. അങ്ങനെ അവരെയും കൊണ്ട് പ്രവാചക സന്നിധിയിൽ ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷക്കരികിൽ ഇരുന്നു. ആ സമയത്ത് ഒരു കപ്പ് പാനീയം അഥവാ നല്ല ശുദ്ധമായ പാല് കൊണ്ടുവരപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുടിച്ചതിന്റെ ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹയിലേക്ക് അത് കൈമാറിയപ്പോൾ പുതുമണവാട്ടിയുടെ എല്ലാ ലജ്ജയും നാണവും കാരണത്താൽ അവർ തലതാഴ്ത്തി ഇരിപ്പായി എന്ന് അസ്മാ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ആയിഷയോട് ശരീരത്തിൽ ഇങ്ങനെ പതുക്കെ കുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അത് വാങ്ങി കുടിക്ക്, പ്രവാചക കയ്യിൽ നിന്നത് വാങ്ങി കുടിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആയിഷ അത് വാങ്ങി അതിൽ നിന്ന് അല്പം കുടിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, അഅ്തി തിർബക്കി, നിന്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കൂ ബാക്കിയുള്ള പാല്. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അത് താങ്കൾ ഒന്നുകൂടെ വാങ്ങിയിട്ട് അതിൽ നിന്ന് അല്പം താങ്കൾ കുടിച്ച് താങ്കളുടെ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാനപാത്രം വാങ്ങി അതിൽ നിന്ന് കുടിച്ച് അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയാണ്, പിന്നീട് എനിക്ക് കൈമാറി. അങ്ങനെ ഞാൻ ഇരുന്നു അത് കുടിക്കാൻ വേണ്ടി. എന്റെ കാൽമുട്ടിൽ വെച്ച് ഞാൻ ആ പാത്രം ഇങ്ങനെ തിരിക്കാൻ തുടങ്ങി. എന്തിന്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇരു ശറഫാക്കപ്പെട്ട പവിത്രമായ ആ രണ്ട് ചുണ്ടുകളും വെച്ചേടത്ത് അവിടെ തന്നെ എന്റെ ചുണ്ടുകൾ വെച്ച് കുടിക്കാൻ. സുമ്മ ഖാല ലിനിസ്വത്തിൻ ഇൻദി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുത്ത് കൂടെയുള്ള സ്ത്രീകളോട് പറഞ്ഞു, നാവിലീഹിന്ന, നിങ്ങളൊക്കെ അത് കുടിച്ചോളൂ. ഫഖുൽന, അപ്പോൾ അവർ പറഞ്ഞു, ലാ നസ്തഹീഹി, ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു മര്യാദ പറച്ചില്, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്മഅന ജൂഅൻ വകദിബാ, വിശപ്പും നുണയും കൂടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വിശപ്പുണ്ട്, പിന്നെ നുണയും കൂടെ പറയണ്ട, വാങ്ങി കുടിക്കിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പങ്കിടുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന അവിടുത്തെ പ്രായം കുറഞ്ഞ മുസ്ലിം ലോകം ഇന്നും ആദരവോടുകൂടി കാണുന്ന ഉമ്മമാരിൽ പ്രസിദ്ധയും പ്രഗത്ഭയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊത്തുള്ള താമസം ആരംഭിക്കുന്ന പ്രഥമ ദിനത്തിലെ അവിടുന്ന് ചെയ്ത ഒരു നടപടിക്രമമായിരുന്നു ഇത് എന്നുള്ളതിനാൽ ഇതൊരു നല്ല കാര്യമായി മുസ്ലിം ലോകത്ത് ഗണിക്കപ്പെട്ടു വരുന്നു. അതുപോലെ തന്നെ തന്റെ ഇണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തന്റെ ഇണയെ ആദ്യമായി കാണുന്ന വേളയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ തസവ്വജ അഹദുക്കും ഇംറഅതൻ, നിങ്ങളിൽ ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു വേലക്കാരിയെ, ഒരു ഖാദിമിനെ നിങ്ങൾ വാങ്ങിയാൽ, ഒരു സേവകനെ വാങ്ങിയാൽ, അവരുടെ മൂർധാവിൽ തലയിൽ കൈവച്ചുകൊണ്ട് ബിസ്മി ചൊല്ലി അവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജബൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, ഞാൻ ഇവളുടെ ഖൈറിൽ നിന്ന് നിന്നോട് ചോദിക്കുന്നു, ഇവളിൽ ഊട്ടപ്പെട്ടിട്ടുള്ള അഥവാ പ്രകൃതിയാ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സർവ്വ നന്മകളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ. വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി, അവളിൽ കുടികൊള്ളുന്ന എല്ലാ തിന്മകളിൽ നിന്നും അത് മുഖേന ഉണ്ടായേക്കാവുന്ന എല്ലാ ശർറുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയും ചെയ്യുന്നു. നവദമ്പതികൾ അല്ലാഹുവിനോട് അവർക്ക് വേണ്ടിയുള്ള അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന മുഖേന തുടങ്ങാൻ ഇതിലൂടെ പ്രവാചകനിൽ നിന്നുള്ള ഒരു സുന്നത്തായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അതും നല്ലതാണെന്ന് പൂർവീകരായ മഹാന്മാരിൽ നിന്നും ഇതിന് ഉപോത്ബലകമായ നിലക്കുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ സയ്യിദ്, അവരുടെ അടിമയായിരുന്ന അബൂ സഈദ്, അവരൊരിക്കൽ പറയുകയുണ്ടായി, ഞാൻ അടിമയായിരിക്കെ തന്നെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച വേളയിൽ പ്രവാചകന്റെ സഹാബിമാരിൽപ്പെട്ട
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബൂദർ അൽ-ഗഫാരി, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ളവരെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അങ്ങനെ എന്റെ വീട്ടിൽ അവരൊക്കെ ഉണ്ടായിരിക്കെ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കാൻ വേണ്ടി മുന്നോട്ട് ആഞ്ഞു. ആ സമയത്ത് മറ്റുള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾക്കല്ല, വീട്ടുകാരനായ അബൂ സഈദിനാണ് അതിന് അധികാരമുള്ളത്. അങ്ങനെ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ് അദ്ദേഹം അടിമയാണെന്ന്. അദ്ദേഹം പറയാണ്, അങ്ങനെ ഞാനാണ് അവർക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ഞാനാവട്ടെ അന അബ്ദുൻ മംലൂക്ക്, ഞാനൊരു അടിമയായിരുന്നു കേവലം, ഞാനാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. മാത്രമല്ല അവരെനിക്ക് ആ സമയത്ത് പഠിപ്പിച്ചു തരികയും ചെയ്തു, ഇദാ ദഖല അലൈക അഹ്ലുക ഫസല്ലി റക്അതൈൻ, നിന്റെ കുടുംബം നിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ 2 റക്അത്ത് നിസ്കരിച്ച് സുമ്മ സലില്ലാഹ മിൻ ഖൈരി മാ ദഖല അലൈക വതഅവദ ബിഹി മിൻ ശർരിഹി സുമ്മ ശഅനുക വശഅനു അഹ്ലിക, നീ അവൾക്കും നിനക്കും വേണ്ടി ഖൈറിനു വേണ്ടി ചോദിക്കണം, നിങ്ങളിലൂടെ ഉണ്ടാകുന്ന ശർറിൽ നിന്ന് കാവൽ ചോദിക്കണം, താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, ജീവിതത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കപ്പെടുകയുണ്ടായി. സമാനമായ സംഭവങ്ങൾ വേറെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാള് അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ഭയം തോന്നി, ഈ സ്ത്രീയുമായിട്ട്, ഈ പെൺകുട്ടിയുമായിട്ടുള്ള എന്റെ വിവാഹം മുന്നോട്ട് പോവുകയില്ലേ എന്നൊരു ഭയം. സ്വാഭാവികമായും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏതൊരു ദമ്പതികൾക്കും ഉണ്ടായേക്കാവുന്ന ഒരു ഉത്കണ്ഠ. ആ സമയത്ത് അദ്ദേഹത്തോട് പറയപ്പെട്ടു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിന്റെ സമാധാനവും മാനസികമായ ഇണക്കവുമൊക്കെ അള്ളാഹുവാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ പിണങ്ങുന്നുവെങ്കിൽ ആ പിണക്കത്തിന് പലപ്പോഴും കാരണമായി തീരുന്നത് പൈശാചികമായ പല സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ആ ശൈത്താൻ പലപ്പോഴും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന പലതിനെയും നിങ്ങൾക്കിടയിൽ പിണക്കമുണ്ടാക്കുവാൻ വേണ്ടി, വെറുപ്പിക്കുവാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ധൈര്യമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. താങ്കളുടെ മണവാട്ടി താങ്കളുടെ സമീപത്തെത്തിക്കഴിഞ്ഞാൽ താങ്കളുടെ പിന്നിൽ നിന്നുകൊണ്ടവർ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയും എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, അല്ലാഹുമ്മ ബാരിക് ലീ ഫീ അഹ്ലി വബാരിക് ലഹും ഫിയ, അല്ലാഹുവേ എന്റെ കുടുംബത്തിൽ നീ എനിക്ക് ബറക്കത്ത് ചൊരിയണമേ, എന്റെ കാര്യത്തിൽ എന്നിലൂടെ നീ അവർക്കും ബറക്കത്ത് ചൊരിയണമേ. അല്ലാഹുമ്മ ജമഅ ബൈനനാ മാ ജമഅത ബിഖൈർ, അല്ലാഹുവേ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നിടത്തോളം കാലം നീ ഞങ്ങളെ നന്മയിൽ ഒരുമിപ്പിക്കണമേ. വഫർരിഖ് ബൈനനാ ഇദാ ഫറഖത ഇലാ ഖൈർ, നീ ഞങ്ങളെ പിരിക്കുകയാണെങ്കിൽ, വേർപിരിക്കുകയാണെങ്കിൽ നീ ഞങ്ങളെ നന്മയിലേക്ക് മാത്രം വേർപിരിക്കണമേ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളും സഹാബിമാരിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇവിടെയൊക്കെ സുഹൃത്തുക്കളെ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് സഹാബിമാരുടെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏത് സന്തോഷവേളകളിലേക്കും ഒരാൾ പ്രവേശിക്കേണ്ടത് എന്നർത്ഥം. ജീവിതത്തിൽ എത്ര തന്നെ പ്രതീക്ഷയോടെയും എത്ര തന്നെ മുന്നൊരുക്കത്തോടുകൂടെയും എത്ര തന്നെ പ്രാഥമികമായ അന്വേഷണങ്ങളോടുകൂടെയും ധാരാളക്കണക്കിന് മുശാവറകളോടുകൂടെയും ഒക്കെ തുടങ്ങിയ ബന്ധങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ഇല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾക്കും നിലനിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും തൗഫീഖുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ആ നിലക്കുള്ള ബറക്കത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി, മാനസികമായ ഇണക്കത്തിന് വേണ്ടി, അഭിപ്രായ ഐക്യത്തിന് വേണ്ടി, ഭിന്നതകളിൽ നിന്നും ഷണ്ഠകളിൽ നിന്നും അസ്വാരസ്യങ്ങളിൽ നിന്നും ആ രൂപത്തിലുള്ള സമാധാനക്കേടുകളിൽ നിന്നും അശാന്തിയിൽ നിന്നും മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു നല്ല സംസ്കാരമാണ് ഇസ്ലാം നവദമ്പതികളോട് ഉണർത്തുന്നത് എന്ന് നമ്മൾ ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വചനം ഞാൻ നിങ്ങളെ തുടക്കത്തിലേ കേൾപ്പിച്ചു, ആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്കുള്ള പെരുമാറ്റമാണ് പെരുമാറേണ്ടത്. എന്നിട്ടുള്ള പറഞ്ഞു, ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹൂ ശൈആ വയജ്അലല്ലാഹു ഫീഹി
ഖൈറൻ കസീറാ. സൂറത്തുൻ നിസായിലെ 19-ാമത്തെ ആയത്താണിത്. നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുകയും ഇനി നിങ്ങൾ അവരെ വെറുക്കുന്ന പക്ഷം എന്തെങ്കിലും ഒരു പ്രശ്നം അവരിൽ നിന്നുണ്ടായി, നിങ്ങൾക്കത് അരോചകമായി തോന്നി, നിങ്ങൾക്കത് സഹിക്കാനാവാത്തതായി തോന്നി, അങ്ങനെ നിങ്ങൾക്കൊരു വെറുപ്പിന്റെ കാര്യം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചാടിക്കയറി തലാഖിലേക്ക് എത്തുകയോ നടപടിക്രമങ്ങളിലേക്ക് നീക്കുകയോ ചെയ്യരുത്. ഒരു സാവകാശത്വം നിങ്ങൾ പാലിക്കണം. നിങ്ങളൊന്നറിയണം, നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ അവരിൽ ഉണ്ടായേക്കാമെങ്കിലും വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, അതിലൂടെ അള്ളാഹു ഒരുപാട് ഖൈർ വിചാരിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് സംതൃപ്തമായി തോന്നാത്ത ചില കാര്യങ്ങൾ അവരിൽ നിങ്ങൾക്ക് കണ്ടേക്കാം, എന്നാലും ഒരുപക്ഷേ അത് മുഖേന ഒരുപാട് ഖൈറുകൾ നിങ്ങൾക്ക് അള്ളാഹു ഭാവിയിൽ വരുത്താനും നിങ്ങൾക്ക് തരാനും ഉദ്ദേശിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എടുത്തുചാടി തീരുമാനങ്ങളിലേക്ക് എടുത്തു പോകരുത്. പുരുഷ ലോകത്തോട് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണിത്. സ്ത്രീകൾ എന്ന പേരിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം അൻ-നിസാ, സ്ത്രീകൾ എന്ന പേരിൽ തന്നെയും നമ്മളെപ്പോഴും ഓർക്കണം, സ്ത്രീ സമൂഹത്തെ ആദരിക്കുകയും സ്ത്രീ സമൂഹത്തിന്റെ സ്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുള്ള ഒരു തത്വസംഹിതയും മതവുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം മാത്രമാണ്. മറ്റുള്ളതെല്ലാം ശത്രുക്കൾ എയ്തുവിടുന്ന ഒളിയമ്പുകളും പൊയ്വെടികളും മാത്രമാണെന്ന് മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങളായ നമ്മളെങ്കിലും വിജ്ഞാനം നേടണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത്രത്തോളം സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങളെ വിശദീകരിച്ച അധ്യായം സൂറത്തുൻ നിസാ, അതുപോലെ സൂറത്തുൻ നൂർ, അതുപോലെ പല നിയമങ്ങളും അഹ്സാബ്, പല അധ്യായങ്ങളിലും അവർക്കുള്ള ആദരവിന്റെ നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ഈമാൻ പരിപൂർണമായവൻ ആരാണ്? ഈമാൻ പരിപൂർണമാവുക എന്നാ പറഞ്ഞത്. ഒരാളുടെ ഈമാൻ പരിപൂർണമായവൻ ആരാണ്? അഹ്സനുഹും ഖുലുഖാ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. നല്ല സ്വഭാവമുള്ളവനാണ് പരിപൂർണമായ മുഅ്മിനാകുന്നത്. വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ, ഖിയാറുക്കും ലിനിസാഇഹിം, തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുന്നവരാണ്. ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് ഇടപെടുന്നവരാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമന്മാർ. അതുപോലെ എവിടുന്ന് പറഞ്ഞു, മാ അക്റമൻ നിസാഅ ഇല്ലാ കരീം വലാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ അക്റമൻ നിസാഅ ഇല്ലാ കരീം, സ്ത്രീകളെ ഭാര്യമാരെ ആദരിക്കുകയില്ല ഇല്ലാ കരീം, മാന്യന്മാരല്ലാതെ. മാന്യന്മാർക്കേ അതിന് കഴിയൂ, മാന്യന്മാർക്കേ അതിന് കഴിയൂ. പുറത്ത് വല്ലേ മാന്യനായിരിക്കും, അകത്ത് വന്നാൽ സിംഹത്തെ പോലെ പുലിയെപ്പോലെ രൂക്ഷമായ സ്വഭാവങ്ങളും നോട്ടങ്ങളും സംസാരങ്ങളും കുത്തുവാക്കുകളും ശബ്ദമുയർത്തലുകളും കൊണ്ട് ഘനഗംഭീരമാക്കണമെങ്കിൽ ഞാനൊരാണാണെന്ന് തെളിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ധാരണ ഇസ്ലാം ഇതിനെ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. മറിച്ച് മാന്യന്റെ സ്വഭാവമായിട്ടാ പറഞ്ഞത്. സ്ത്രീകളോട് മാന്യതയോടുകൂടെ ഇടപെടാൻ മാന്യന്മാർക്കേ കഴിയുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? വലാ അഹാനഹുന്ന ഇല്ലാ ലഈൻ, നീചന്മാരല്ലാതെ അവരോട് നീചത്തരം കാണിക്കൂല. അപ്പൊ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവൻ നീചനാണെന്നാണ്, ലഈമാണവൻ, ആക്ഷേപാർകാരിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ മാന്യത എന്ന് പറയുന്നത് പുറത്ത് തെളിയിച്ചാ പോരാ, അകത്തും തെളിയിക്കപ്പെടണം. പലരും പുറത്ത് വലിയ മാന്യന്മാരാണ്, വീട്ടിലെത്തിയാൽ സ്വഭാവം വളരെ മോശമാണ്. അത് വീട്ടുകാരിയോട് ചോദിച്ചാൽ അറിയാം. അത് പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. വീട്ടിൽ ഏറ്റവും മാന്യത പുലർത്തണം. ഞാൻ ഒരുപാട് തിരക്കുള്ളയാളാണ്, എന്റെ തിരക്കുകൾ നീ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് തിരക്കുകളുടെയും ബഹളങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞ് സമാധാനം കെടുത്തേണ്ടവരല്ല. എന്ത് തിരക്കുകൾക്കിടയിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 9ഉം 10ഉമൊക്കെ ഇണകൾ ഉണ്ടായിരുന്നപ്പോഴും തിരക്കുകൾക്കിടയിൽ അവരുമായി സമയം പങ്കിടാനും സംസാരിക്കാനും സല്ലപിക്കാനും തമാശകൾ പറയാനും അനുവദിക്കപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാനുമൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ പോലെ തിരക്കുള്ള ഒരു മനുഷ്യൻ ലോകത്ത് കടന്നുപോയിട്ടുണ്ടാവുകയില്ല. പള്ളിയിലെ ഖാദിയാണ്, പള്ളിയിലെ ഖതീബാണ്, പള്ളിയിലെ ഇമാമാണ്. ആ പള്ളിയിലെ മദീന യൂണിവേഴ്സിറ്റി എന്ന അന്ന് പറയാവുന്ന ജാമിയ എന്ന് പറയാവുന്ന, അന്ന് അത് മസ്ജിദുൻ നബവിയിലുള്ള പ്രവാചക തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അധ്യാപനങ്ങളാണ്. അവിടുത്തെ മുദർരിസാണ്, പ്രിൻസിപ്പളാണ്.
അതുപോലെ തന്നെ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന കോർട്ടിലെ ജഡ്ജിയാണ്. കാര്യങ്ങൾ നല്ലവരായ ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണ്. ഒരുപാട് മക്കളുടെ ഉപ്പയാണ്. ഒരുപാട് ഭാര്യമാരുടെ ഭർത്താവാണ്. അയൽക്കാരുടെ നല്ലവനായ അയൽക്കാരനാണ്. സമൂഹത്തിന് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ജനനായകനാണ്. അയൽ പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അനുയായി വൃന്ദത്തെ ഒരുക്കി അയക്കേണ്ടുന്ന സേനാ നായകനാണ്. കമാൻഡറാണ്. കൽപ്പനകൾ കൊടുക്കേണ്ട വ്യക്തിത്വമാണ്. യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന സമരത്തിന്റെ നേതാവാണ്. ഇതിലപ്പുറം ഇനി ഒരു തിരക്ക് പിടിച്ചൊരു മനുഷ്യന് ലോകത്താർക്കാ കാണാൻ സാധിക്കാം? പക്ഷേ എന്നിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ ചെറിയൊരു കച്ചവടം, ഒരു ബിസിനസ്, ഒരു ജോലി, അല്ലെങ്കിൽ കുറച്ചൊരു യാത്ര, അത് കഴിയുമ്പോഴേക്ക് നമ്മൾക്കാകെ പ്രശ്നമായി, വീട്ടിൽ അതിൻ്റെതായ പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തിരക്കുകൾക്കിടയിലും തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവിടുന്ന് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. അത് തന്റെ ഇണകളോടുള്ള, സ്ത്രീ സമൂഹത്തോടുള്ള അവിടുത്തെ ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഖൈറുക്കും ലിഅഹ്ലിഹി, തന്റെ ഭാര്യയോട്, തന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നയാളാണ്. ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നയാളാണ്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം എടുത്തു പറയുന്നത്? ജീവിതത്തിൽ ആ സഹാബിമാരെക്കാളെല്ലാം ഏറ്റവും തിരക്ക് പിടിച്ച, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നിന്ന് തിരിയാൻ ഇടമില്ലാതെ അത്രയും തിരക്കുകൾ പിടിച്ച ജീവിതത്തിന്റെ ഇടക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യമായി, ഉദാരമായിട്ടേ തന്റെ ഭാര്യമാരോട് വർത്തിച്ചിട്ടുള്ളൂ. അവിടുത്തെ ജീവിതത്തിന്റെ തിളങ്ങുന്ന ഏടുകളിലേക്ക് പരിശോധിച്ചാൽ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അവിടുന്ന് സന്തോഷഘട്ടങ്ങളിൽ, സന്തോഷമുള്ള ഘട്ടങ്ങളിൽ, ഭാര്യമാർക്ക് സന്തോഷം തോന്നുന്ന വേളകളിൽ അവരോട് തമാശകൾ പറഞ്ഞും, അവര് വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ടുമാണ് തന്റെ ഭാര്യമാരോട്, തങ്ങളുടെ ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടത്. അവർക്ക് വല്ല പരാതികളും പറയാനുണ്ടെങ്കിൽ അത് ശാന്തമായി കേൾക്കുമായിരുന്നു. ഇന്ന് പലരും ഭർത്താക്കന്മാർക്ക് കഴിയാത്തൊരു കാര്യമാണത്. പരാതികളോ പരിവട്ടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ പോലും സമയമില്ലെന്ന മട്ടിൽ ഒരിക്കലും അത് പാടില്ല. അവർക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരമെങ്കിലും കൊടുക്കണം. അതിന്റെ നിവൃത്തിയും നിവൃത്തികേടുകളും അവരെ ബോധ്യപ്പെടുത്തണം. അതിന് കേൾക്കണമല്ലോ. അങ്ങനെ അവരിൽ നിന്ന് പരാതികൾ കേൾക്കും. നാവുകൊണ്ട് പോലും ഒരിക്കലും പ്രവാചകൻ തന്റെ ഭാര്യമാരെ ദ്രോഹിച്ചിട്ടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഇതൊക്കെ വെറും കഥകൾ, എവിടെയും നടക്കാത്ത ചില ഊഹങ്ങൾ പറയല്ല. അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിതം പങ്കിട്ട അവിടുത്തെ ഉമ്മമാര്, അവിടുത്തെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അവിടുന്ന് ഞങ്ങളെ നോവിച്ചിട്ടില്ല നാവുകൊണ്ട് പോലും. അവിടുത്തെ വീട്ടിൽ ഖിദ്മത്ത് ചെയ്ത 10 കൊല്ലം ജീവിതത്തിന് ഖാദിമായിക്കൊണ്ട്, ഖാദിമേ റസൂൽ എന്നറിയപ്പെട്ട മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും നീ എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, എന്നെ അടിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു കാര്യം എന്തിനു നീ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. അത്രത്തോളം ഖാദിമീങ്ങളോട് പോലും, വീട്ടിലെ സെർവൻസിനോട് പോലും, വേലക്കാരോട് പോലും ഇടപെട്ട പ്രവാചകൻ ഭാര്യമാരോട് വളരെയേറെ എല്ലാ അർത്ഥത്തിലും അവരുടെ അപാകതകൾ തെരഞ്ഞു നടക്കാൻ നോക്കിയിട്ടില്ല. എന്തെങ്കിലും കുറ്റം കിട്ടാണ്ടോ നോക്കിയിട്ട് അതും കയറി പിടിച്ചൊന്ന് ചൂടാവാനൊരവസരം. അങ്ങനെ അപാകതകളെ തെരഞ്ഞു നടക്കുന്ന ഒരു പ്രകൃതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അപാകതകൾ കണ്ടാലോ അത് മാപ്പാക്കും, പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കും. അതിന്റെ അങ്ങനെ പെരിപ്പിച്ചിട്ട് അതെന്നെങ്ങനെ ഓർത്ത് നടന്ന് അപാകതകളും മോശത്തരങ്ങളും ഒക്കെ അങ്ങനെ പെരിപ്പിച്ചു പറഞ്ഞ് കുടുംബജീവിതത്തിന്റെ ശാന്തിയും സമാധാനവും അവിടുന്ന് ഒരിക്കലും തകർക്കാറില്ലായിരുന്നു. സദാ ഇങ്ങനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പ്രവാചകന് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഭാര്യമാരെ ഇതൊക്കെ പറയുന്നത്, വീഴ്ചകൾ കണ്ടാൽ അത് പൊറുക്കുമായിരുന്നു, ക്ഷമിക്കുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെടുകയുണ്ടായി, മാദാ കാന യസ്നഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി ഇൻദകി. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെടുകയാണ്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയായിരുന്നു അവിടുത്തെ വീട്ടിൽ താങ്കൾ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോ എന്തൊക്കെയാ അള്ളാഹിന്റെ റസൂലിന്റെ പ്രകൃതം? ആയിഷ ഉമ്മ ബീവിയോട് സഹാബിമാര് ചോദിച്ചറിയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോ, അള്ളാഹിന്റെ റസൂൽ നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോ എന്തൊക്കെയായിരുന്നു അവിടുത്തെ പെരുമാറ്റ രീതികൾ? ഫഅജാബത്ത് റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽയനന്നാസ് വഅക്രമന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ലോലമായി ഇടപെടുന്നയാളായിരുന്നു. അല്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ലോലമായ പെരുമാറ്റം, ഏറ്റവും സ്നേഹമസൃണമായ പെരുമാറ്റത്തിന്റെ ഉടമ. വഅക്രമന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മാന്യമായി മാന്യതയോടെ ഉദാരമായി പെരുമാറുന്നയാളായിരുന്നു. അതേ അവസരത്തിൽ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ തന്നെയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുരുഷൻ തന്നെയാണ്. പക്ഷേ ഇല്ല അന്നഹു കാന ലഹാക്കൻ ബസ്സാമാ, ഭാര്യമാരുടെ കൂടെയായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ചിരിക്കും, പലതും പറഞ്ഞ് ചിരിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ എപ്പോഴും അവരുമായിട്ട് നല്ല നിലക്കുള്ള ഇടപെടലുകളും പുഞ്ചിരിയും വർത്തമാനങ്ങൾക്കുമൊക്കെ അവിടുന്ന് സമയം കാണാറുണ്ട്. ഇനിയും നോക്കൂ, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിന്റെ ജോലികളിൽ വരെ ഇടപെടുകയാണ്. യഖ്സിഫുന അലഹു, സ്വന്തം ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അത് തുന്നും. വയർഖഉ സൗബഹു, വസ്ത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് നേരെയാക്കാൻ അവിടുന്ന് സ്വയം പ്രവർത്തിക്കും. സ്വന്തം കാര്യങ്ങൾ പലപ്പോഴും സ്വന്തത്തിനു വേണ്ട ആവശ്യങ്ങൾ പലതും സ്വന്തം തന്നെ ചെയ്യും. ഫഇദാ ഹദറത്തിസ്സലാ, നിസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ നിൽക്കാറില്ല. ഖറജ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് പെട്ടെന്നങ്ങ് പുറപ്പെട്ടു പോവുകയും ചെയ്യും. വീട്ടിലുള്ള കാര്യങ്ങൾ വരെ, ജോലികളിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നേതൃത്വത്തിന്റെ ഭാരം, പ്രബോധനത്തിന്റെ കർത്തവ്യം, സമൂഹത്തോട് ചെയ്യേണ്ടുന്ന തിരക്കുള്ള ധാരാളക്കണക്കിന് ബാധ്യതകളെല്ലാമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ വീട്ടിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് അതൊന്നും തടസ്സമാകുന്നില്ല എന്നാണ് നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടുവേലക്ക് സഹായിച്ചു എന്നാ പറയുന്നത്. ആലോചിച്ചു നോക്കണം, നമ്മളെ വീടുമായിട്ട് വലിയ വീടല്ലപ്പത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവി, അതുപോലെ സഹാബ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ ഹുജറകൾ എത്രയാ അതിന്റെ വലുപ്പം? നിന്ന് കൈപൊക്കിയാൽ റൂഫിലേക്ക് കൈയെത്തും. മണൽ വിരിച്ച തറയാണ്, നാലുഭാഗവും ഈത്തപ്പനയോല മട്ടൽ കൊണ്ട് മറച്ചിട്ടുള്ള ചുമരുകളാണ്. അതാണ് ആയിഷ ബീവിയുടെ വീട്. എല്ലാവരുടെ വീടും അങ്ങനെ തന്നെയായിരുന്നു അന്ന് ഹുജറകളൊക്കെ. അവിടെ ഒരാൾക്ക് ചെയ്യാനുള്ള ജോലി തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജോലി ചെയ്തു കൊടുക്കുന്നു. അതെന്തിനാ? ലോകത്തെ പഠിപ്പിക്കാണ്. അങ്ങനെ അവർ ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാര്യയുടെ മനസ്സിന് വല്ലാത്ത കുളിര് പകരും. നമ്മെക്കൊണ്ടാകുന്ന നിലക്കൊരു സഹായം, ഒരു കൈ താങ്ങുണ്ടായാൽ തീർച്ചയായും അത് കുടുംബജീവിതത്തിൽ സന്തോഷം വളർത്തുകയേ ചെയ്യുകയുള്ളൂ. ഞാനിതൊന്നും ചെയ്യുന്ന എനിക്കൊരു കുറച്ചിലാണ്, ഞാനിതൊന്നും ചെയ്യേണ്ട ആളല്ല, ഞാനങ്ങനെ ഒരിക്കലും ഒന്നും ചെയ്തൂടാ. വീടൊന്ന് അടിച്ചു വാരുക, അല്ലെങ്കിൽ വീടൊന്ന് തുടയ്ക്കുക, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അടുക്കളയിൽ ഒരു സഹായം ചെയ്യുക, അതൊക്കെ ഒരു മോശത്തരം അതല്ലെങ്കിൽ അതൊന്നും എനിക്ക് പറഞ്ഞതല്ല, അങ്ങനെ കാണിച്ചു കൊടുത്താൽ പിന്നെ അതെന്നെ പഠിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിന് ഇതൊന്നും തടസ്സമല്ലെങ്കിൽ നമുക്കെന്തിനാ തടസ്സം? ലോകം കണ്ട ഏറ്റവും തിരക്ക് പിടിച്ചൊരു നേതാവിന് ഇതൊന്നും കുറച്ചിലല്ലെങ്കിൽ നമുക്കെന്തിനാ കുറച്ചിൽ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിശ്ചയം ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കിതൊന്നും ഒരു കുറവായി കാണേണ്ടതില്ല. അതൊക്കെ സമാധാനം കൂട്ടുകയേയുള്ളൂ, സന്തോഷം കൂട്ടുകയേയുള്ളൂ. എത്ര കുറഞ്ഞ ജോലിയാണെങ്കിലും ഉള്ളതൊന്ന് ഷെയർ ചെയ്താൽ അത് സമാധാനത്തിന് കാരണമാകും എന്ന് ലോകത്തെ പഠിപ്പിക്കാനാ. അതല്ലാതെ ആ ഒരു കൊച്ചു ഭവനത്തിൽ, ആ ഒരു കൊച്ചു മുറിയിൽ എടുത്താ തീരാത്ത പണി ഉണ്ടായിട്ട് അള്ളാന്റെ റസൂൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതെന്നാണ് ആരും വിചാരിക്കണ്ട. ഒരു ചെറിയ ഭവനത്തിൽ എന്താ ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ എന്നിട്ടും അത് ഷെയർ ചെയ്യുന്നു, വേണ്ടത് ചെയ്യുന്നു. അത് ലോകത്തിന് ഈ മാതൃക പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാത്രല്ല, ഒരു ഭർത്താവ്
ഭാര്യയെ കണ്ടറിയുകയാണ് ആദ്യം വേണ്ടത്. മനസ്സിലാക്കണം. ഭാര്യമാർ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അത് ഇൻഷാ അല്ലാഹ് ഭാര്യമാർക്ക് ഇങ്ങോട്ടുള്ള കടമകൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഭാഗത്തേക്കാണല്ലോ പറയുന്നത്. കണ്ടറിഞ്ഞ് ഇടപെടണം, ഇണയെ മനസ്സിലാക്കണം. ആരാണ് തന്റെ ഭാര്യ? ആ ഭാര്യയുടെ പെരുമാറ്റങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും അവളെ പഠിച്ച ഒരാളാണ് വിജയിയായൊരു ഭർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ആയിഷ ബീവി പറയാണ്, ഇന്നി ലഅരിഫു ഗദബകി വരിദാകി. ആയിഷ, നിന്റെ കോപമുള്ള നേരവും നിനക്ക് നല്ല സന്തോഷമുള്ള തൃപ്തിയുള്ള നേരവും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. ഭാര്യയോട് പറയാണ്, ആയിഷ, നിനക്ക് നല്ല മൂടുള്ള നേരം, നല്ല തൃപ്തിയുള്ള സമയവും നീ ദേഷ്യം പിടിക്കുന്ന സമയമൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാറുണ്ട്. ആ സമയത്ത് ഭാര്യ ചോദിച്ചു, വകൈഫ തഅരിഫു ദാക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ, അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതെങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാകാറുള്ളത്? ഖാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നകി ഇദാ കുൻതി റാദിയതൻ ഖുൽതി ബലാ വറബ്ബി മുഹമ്മദ് വഇദാ കുൻതി സാഖിത ഖുൽതി ലാ വറബ്ബി ഇബ്രാഹിം. ആയിഷ, ഇന്നകി ഇദാ കുൻതി റാദിയ, നീ എന്നോട് നല്ല തൃപ്തിയുള്ള നല്ല സന്തോഷവതിയായിരിക്കുന്ന നേരത്ത് ഏതെങ്കിലും വിഷയങ്ങൾ നീ പറയുമ്പോ നീ പറയും ബലാ വറബ്ബി മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്നാ നീ പലപ്പോഴും സത്യമിടുമ്പോ പറയാറുള്ളത്. നീ നല്ല സന്തോഷത്തിലായിരിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊരു സത്യം സത്യം ചെയ്ത് പറയേണ്ട ഒരു കാര്യമൊക്കെ വന്നാൽ നിന്റെ സംസാരത്തിന്റെ ശൈലി തന്നെയാണ് മാറും. നീ പറയും ബല, അങ്ങനെ തന്നെയാണ് റബ്ബ് മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്നൊക്കെ സന്തോഷത്തിൽ നീ പറയും. അതേ അവസരത്തിൽ വൈദാ കുൻതി സാഹിത, നിനക്ക് വെറുപ്പ് തോന്നിയ ഒരു നേരമാണെങ്കിൽ, മൂഡ് ഓഫ് ആണെങ്കിൽ, നീ പറയുമ്പോ വാചകമൊന്ന് മാറ്റുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ റബ്ബിന് തന്നെയാണ് സത്യം, പറ്റൂല എന്നാണ് പറയാ. സന്തോഷത്തിൽ പറ്റും എന്നറിയുമ്പോ റബ്ബി മുഹമ്മദ് എന്ന് പറയും. പറ്റൂലാന്ന് അറിയുന്ന കാര്യത്തിൽ പറയുമ്പോ നീ റബ്ബി ഇബ്രാഹിം എന്നാ പറയാ. ഉണ്ടായാലും അള്ളാന്റെ റസൂലിന്റെ ബന്ധം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പാപ്പയായിട്ടാണ് പോണ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് അങ്ങോട്ടാ പോവുക. രണ്ടും നമ്മൾ നിസ്കാരത്തിൽ ഒരുപോലെ തശഹുദിൽ പറയുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അള്ളാന്റെ റസൂൽ അത് ഊഹിച്ച് മനസ്സിലാക്കിയെടുത്തു. അതുവരെ അവിടുന്ന് മനസ്സിലാക്കിയെടുത്തു, നല്ല മൂഡിലല്ല, നല്ല സ്വഭാവത്തിലല്ലപ്പോ എന്ന്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ കാലത്ത് മഹദിക്കത് ശരിക്കും ബോധിച്ചു. അവർ പറഞ്ഞു, ഒരു തിരുത്തുണ്ട് പ്രവാചകരെ, നിങ്ങൾ മനസ്സിലാക്കി തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളത്, നിങ്ങളുടെ റീഡിംഗ് വളരെ കറക്റ്റാണ് നബിയെ, ശരിയാണ്. പക്ഷേ ലസ്തു ഉഹാജിറു ഇല്ല സ്മക്, ഞാൻ നിങ്ങളെ പേര് പറയില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, എന്റെ കൽബ് മുഴുവൻ നിങ്ങളാ, ഞാൻ നിങ്ങളെ പേരെ ഒഴിവാക്കുന്നുള്ളൂ. ലാ ഉഹാജിറു, ലസ്തു ഉഹാജിറു, ഞാൻ വെടിയാറില്ല, ഇല്ല സ്മക്ക, നിങ്ങളെ പേരും റബ്ബി ഇബ്രാഹിം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയണമെന്നേ ഉള്ളൂ, മനസ്സ് മുഴുവൻ നിങ്ങൾ തന്നെയല്ലേ. കണ്ടോ ആ സന്തോഷത്തിന്റെ മറുപടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുക. എന്തൊരു സന്തോഷത്തിന്റെയും എന്തൊരു ആഹ്ലാദത്തിന്റെയും സുന്ദരമായ സുദിനങ്ങളും ദിവസങ്ങളുമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രയാസങ്ങൾക്കും ദാരിദ്ര്യങ്ങൾക്കിടയിലും ഞെരുക്കങ്ങൾക്കിടയിലും തിരക്കുകൾക്കിടയിലും ജീവിച്ച് ലോകത്തിന്റെ മാതൃക കാണിച്ചു തന്നത് എന്നത് ലോകത്തൊരു മനുഷ്യനെ കൊണ്ട് അതിന് കഴിയൂല. പറയാനും പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്, ഉപദേശിക്കാൻ എളുപ്പമാണ്, പരിഹാരം പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ജീവിതത്തിലെത്തുമ്പോൾ കഴിയൂല. പക്ഷേ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രൂരനാണെന്ന്, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയ സ്ത്രീലമ്പടനാണെന്ന് ചെകുത്താന്മാര് രാജ്യത്തൊട്ടാകെ വിഷം വമിപ്പിക്കുമ്പോഴും സത്യത്തിന്റെ കണികയെ അല്പമെങ്കിലും ഹൃദയത്തിലുള്ള ഒരു മനുഷ്യനത് കാതോർക്കാൻ വരെ കഴിയൂല. കാരണം ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം അതാണ്. ശത്രുക്കൾ എന്തും പറയട്ടെ, അവരെന്തും ഓരിയിടട്ടെ, അതൊന്നും ആ തേജോമയമായ പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും വലിയ തെളിമയാർന്ന ജീവിതത്തെ ഒരാൾക്കും മറച്ചു പിടിക്കാനൊന്നും കഴിയൂല. സൂര്യൻ ഇങ്ങനെ ഉദിക്കുമ്പോ അതിന്റെ വെളിച്ചാരും കാണരുത് വെച്ചിട്ട് ഒരുത്തനൊരു കൊട കൊണ്ട് അതിങ്ങനെ മറച്ചു പിടിക്കുന്നത് പോലെയല്ലാതെ സൂര്യപ്രകാശം ലോകത്ത് വെളിവാകാതിരിക്കുവോ? സൂര്യനോടുള്ള ദേഷ്യം കൊണ്ട് ഒരുത്തൻ ആർക്കത് കാണാൻ നടത്ത് അതിനങ്ങനെ കൊട കൊണ്ട് മറച്ചു പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തെളിവയാർന്ന വ്യക്തിത്വത്തെ ലോകത്തിന്റെ മുമ്പിൽ മറച്ചു പിടിക്കാൻ ഏത് ശൈത്താന്മാര് ശ്രമിച്ചാലും, അവരതിന് വായ കൊണ്ട് ഊരിക്കെടുത്താൻ ശ്രമിച്ച അവരുടെ വായകൾ നശിക്കും എന്നതല്ലാതെ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തേജോമയമായ തെളിമയാർന്ന ജീവിതത്തിന്റെ ഒരയലത്ത് സ്പർശിക്കാൻ കാര്യമാത്ര പ്രസക്തമായ നിലക്ക് ശത്രുലോകത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ കഴിയുകയുമില്ല. കാരണം അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനും കാവലുമുള്ള നേതാവാണ്. ജീവനേക്കാൾ ഏറെ നാം സ്നേഹിക്കാൻ കടപ്പെട്ട മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഏറെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അവിടുത്തെ ഭാര്യമാര് പറയുന്നത്. ഇന്നതാണ് ഭർത്താക്കന്മാർക്ക് അറിയാത്തത്. നമ്മൾ പറയും എനിക്ക് നല്ല സ്നേഹമുണ്ട്, ആരെ എനിക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞു. ആ ചോദ്യം തന്നെയും സ്നേഹം കൂട്ടും, അല്ലേ? ആര് പറഞ്ഞു എനിക്ക് സ്നേഹമില്ല? ആ ചോദ്യം കേട്ടാൽ തന്നെ പിന്നെ സ്നേഹമില്ല നിൽക്കുമെന്ന് പറയില്ല ഒരാളും. ചോദ്യത്തിൽ പോലും സംസാരത്തിൽ പോലും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. അവിടുന്ന് പറഞ്ഞൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ചാലല്ലേ അറിയൂ. എനിക്കെന്റെ മക്കളോട് സ്നേഹമുണ്ട്, എന്റെ ഭാര്യയോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ ഉള്ളിൽ വെച്ചതുകൊണ്ട് അവർ മനസ്സിലാകുമോ? മനസ്സറിയാൻ അവർക്ക് കഴിയില്ലല്ലോ, അത് അള്ളാഹുവിനല്ലേ കഴിയൂ. ഗൈബ് അല്ലാഹുവേ അറിയുള്ളൂ എന്ന് നമ്മൾ പറയും ചെയ്യാം, അത് വിശ്വസിക്കുകയും ചെയ്യാം. വീട്ടിലെത്തുമ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ച് ചൂടാവും ചെയ്താൽ അത് പറ്റൂല. പ്രകടിപ്പിക്കണം. പ്രകടിപ്പിച്ചാലേ സ്നേഹം മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ വരെ അത് പ്രകടിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്ന വളരെ ഹൃദയസ്പൃക്കായ ചില രംഗങ്ങളുണ്ട്. അവര് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു, വാന ഹായിദുൻ, ഞാൻ ഋതുമതിയായിരിക്കെ മെൻസസ് പീരീഡിലാണെങ്കിൽ പോലും, യഖുദുൽ ലിനാ അല്ലദീ ഫീഹി തആം, ഭക്ഷണമുള്ള ആ ഭക്ഷണ പാത്രം എടുത്തിട്ട് എന്നോട് പറയും, നീ അതിൽ നിന്ന് ആദ്യം കുടിക്ക്. എന്നെ കൊണ്ട് കുടിപ്പിക്കും. ഞാൻ അശുദ്ധിയായിരിക്കുന്ന അവസരത്തിൽ പോലും. നമ്മൾ മനസ്സിലാക്കണം, അതൊക്കെ ഈ കാലഘട്ടത്തിൽ എന്തിനത് പറയുന്നു? ഹൈവകാരിയായ ഒരു പെണ്ണിനെ, രജസ്വലയായ ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് അകറ്റി മാറ്റിക്കിടത്തണമെന്നും അവളുമായി യാതൊരു ബന്ധവും പാടില്ലെന്നും ഒക്കെ പറഞ്ഞിരുന്ന യഹൂദികളോടും അതുപോലെ തന്നെ മറ്റുള്ള സംസ്കാരത്തിന്റെ വക്താക്കളോടുമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ അശുദ്ധിയായിരിക്കെ വരെ മാറ്റിക്കിടത്തേണ്ടവളോ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടവളോ ഒന്നും അല്ല. അവൾ തൊട്ട പൂ ഉണങ്ങുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവൾ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ട്. അതോടുകൂടി വീട്ടിന്റെ ബറക്കത്ത് ആ ദിവസങ്ങളിൽ കൊഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന കമ്പനികളുണ്ട്, ആളുകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ലോകത്തിന് പഠിപ്പിച്ചിട്ടില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാൻ ആ പീരീഡിലായിരിക്കുന്ന അവസരത്തിൽ പോലും, ഇപ്പൊ മറ്റവസരങ്ങളിൽ വേറെയുണ്ട് എന്ന് അതിന്റെ അർത്ഥം, അങ്ങനത്തെ സമയത്ത് പോലും എന്നെ കൊണ്ട് കുടിപ്പിക്കുന്നു, എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും ആദ്യം. എന്നിട്ടോ ആ പാത്രം ഇങ്ങോട്ട് വാങ്ങിയിട്ട് വയതഹറ മൗദിഅ ഫമീ, എന്റെ വായ വെച്ച സ്ഥലം നോക്കിയിട്ട് അള്ളാന്റെ റസൂൽ ഞാൻ വായ വെച്ച ചുണ്ട് വെച്ച സ്ഥലം നോക്കിയിട്ട് അതന്നെ നോക്കിയിട്ട് അവിടെ തന്നെ അള്ളാന്റെ റസൂൽ നോക്കിയിട്ട് കുടിക്കും. മാംസം വീട്ടിൽ കിട്ടിയാൽ, എല്ലോടുകൂടെയുള്ള മാംസമൊക്കെ കിട്ടിയാൽ ആ എല്ലിന്റെ കുറവ് അല്ലെങ്കിൽ ആ മാംസം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അതെനിക്ക് കൈമാറിയിട്ട് പറയും, ഒരു ഭാഗം കടിക്കാൻ പറയും. എന്നിട്ടോ ഞാൻ കടിച്ചയിടത്ത് ആ മാംസത്തിന്റെ അതേ ഭാഗത്ത് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് കടിക്കും. എന്തിനാണത്? കണ്ടോ, ആർക്കന്ന് കഴിയാ? പലപ്പോഴും കഴിയോ? അയ്യറപ്പുക, ഞാൻ ഒപ്പലം വെച്ചപ്പോ ഞാൻ കുടിക്കാം. നീ ഉണ്ട് വെച്ചത് നോക്കി കുടിക്കല, എനിക്ക് പണി. അയ്യ വൃത്തികേട്, ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നു, അല്ലെങ്കിൽ കളഞ്ഞള. അങ്ങനെയല്ല, അത് സ്നേഹമാണ്. ആ നിലക്ക് ലോകത്തിന് അത് പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ സ്നേഹം തെരഞ്ഞിട്ട് വേറെ നോവലിൽക്കൊന്നും പോണ്ട. ഇസ്ലാം എങ്ങനെ ഭാര്യയോടും ഭർത്താക്കന്മാരോടും ഇടപെടണമെന്ന് പഠിപ്പിക്കാൻ അശാസ്ത്രീയമായ നിലക്കും ലോകത്തിന്റെ കാര്യങ്ങൾ അറിയാതെയും മനഃശാസ്ത്രജ്ഞന്മാരും മനോവിദഗ്ധന്മാരും എഴുതിവെച്ച പുസ്തകങ്ങളിലേക്കൊന്നും തേടിപ്പോകേണ്ട ആവശ്യം ഒരു മുസ്ലിമിനില്ല. അത്രക്കും ആ വിഷയത്തിൽ വളരെ കൃത്യമായി സമ്പൂർണമായ അച്ചടക്കത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും അനുരാഗത്തിന്റെയും എല്ലാ നിലക്കുള്ള കാര്യങ്ങളും പൂർത്തിയാക്കി പഠിപ്പിച്ച ഒരു നേതാവാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം അവിടുന്ന് ഒരു പ്രകടിപ്പിക്കുകയാണ്. ആ പ്രകടിപ്പിച്ചാലല്ലേ അറിയുള്ളൂ. മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് ഞാൻ പറഞ്ഞിട്ടെന്താ? ഞാൻ പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ലെങ്കിൽ പ്രകടിപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് ഭാര്യമാർ ഇങ്ങോട്ട് പോകാൻ തന്നെയാണ്. മനസ്സിൽ നിങ്ങളോട് വ്യക്തി സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രകടിപ്പിക്കൂല്ലെങ്കിൽ പ്രയോജനമൊന്നുമില്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഉള്ളിലുള്ള സ്നേഹമില്ലാത്തതുപോലെയാണ്. അതുകൊണ്ട് പ്രകടിപ്പിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാര് കരയാണെങ്കിൽ പ്രവാചകൻ അതിന് ആശ്വസിപ്പിക്കും. അതങ്ങ് കരയട്ടെ, അങ്ങനെ കരയട്ടെ, അങ്ങനെ തന്നെ വേണ്ടത്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു തആല അൻഹ എന്ന തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് കടന്നു ചെന്നപ്പോ ഫവജദഹാ തബ്കി, സഫിയ ബീവി കരയുകയാണ്. സഫിയ ബീവി കരയുകയാണ്. അവര് ഒരു യഹൂദി ഗോത്രത്തിൽ നിന്ന് വന്നവരായ ഒരു സ്ത്രീയായിരുന്നു. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്. സഫിയ റളിയല്ലാഹു തആല അൻഹ കരയുന്നത് കണ്ടപ്പോൾ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീകി, എന്തിനാ കരയുന്നത്, എന്താണ് പ്രശ്നം? ഖാലത്ത്, അവർ പറഞ്ഞു, ഹഫ്സ തഖൂൽ ഇന്നി ബിനത്തുൻ യഹൂദി, ഞാനൊരു യഹൂദി പെണ്ണാണ്, ഞാൻ യഹൂദിയുടെ മോളാണ് എന്ന് പറഞ്ഞു കളിയാക്കി. ഞാനൊരു ജൂതന്റെ മോളാ എന്ന് പറഞ്ഞ് കളിയാക്കി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി, അവളോട് പറ, ഖൂലി ലഹ, അവളോട് പറ, സൗജി മുഹമ്മദ്, എന്റെ പുതിയാപ്പള മുഹമ്മദ് നബിയാണ്, അബി ഹാറൂൻ, എന്റെ ബാപ്പ ഹാറൂൻ നബിയാണ്, അമ്മി മൂസ, എന്റെ എളാപ്പ എന്റെ പിതൃവ്യൻ മൂസാ നബിയാണ്. എന്തൊക്കെ ഗുണങ്ങളായി! സമാധാനിപ്പിക്കുകയാണ്, നിവേദനാവണ്ട, നീ വളരെ സ്ഥാനല്ലേ നിനക്കുള്ളത്, പറയവരോടെന്ന് പറഞ്ഞിട്ട് സമാശ്വസിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ മനസ്സ് വിഷമിച്ച ഘട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വളരെ മോശമായൊരു പെരുമാറ്റം ഒരിക്കലും ഉണ്ടായില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ആയിഷ ബീവി ഏറ്റവും വിഷമിച്ചൊരു നേരമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വിഷമിച്ചൊരു കാലം, 10-40 ദിവസങ്ങൾ. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചും ശത്രുക്കൾ മുനാഫിക്കുകളും യഹൂദികളും മദീനയിൽ വ്യഭിചാരോപണം വരെ പറഞ്ഞു വരുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തെ നോവിക്കുവാനും ഇടിച്ചു താഴ്ത്തുവാനും ശത്രുക്കൾ അത് കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഒരു മാസക്കാലം ഞാൻ സുഖമില്ലാതെ കിടന്നു. ആളുകൾ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പലതും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രക്കും ദുഷ്പ്രചരണങ്ങൾ മദീനയിൽ എന്നെപ്പറ്റി കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിം സമൂഹമേ, മൻ യഅ്ദുറുനി മിൻ റജുലിൻ ഖദ് ബലഗനി യദാഹു ഫീ അഹ്ലി, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്നെ ദ്രോഹിച്ചൊരു മനുഷ്യനുണ്ട്, അയാളുടെ കാര്യത്തിൽ എന്നോട് പ്രതിബന്ധം പറയാൻ, കാരണം ബോധിപ്പിക്കാൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ഫവല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ കുടുംബത്തെ പറ്റി എനിക്ക് ഖൈറല്ലാതെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ആ സമയത്തും മെമ്പറിൽ നിന്ന് തന്റെ ഇണയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അവിടുന്നൊന്നും സംശയിച്ചിട്ടല്ല. എന്നാൽ ഇത് മാനുഷികമായ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതും വളരെ തന്മയത്വത്തോടുകൂടി ആയിഷ ബീവിയോട് പോയിട്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോ വഹി വന്നിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോയിട്ട് പറഞ്ഞു, ആയിഷ ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, ഇങ്ങനെയൊക്കെ നിന്നിൽ നിന്നുണ്ടായിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ആളുകൾ പലതും പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, മനുഷ്യരല്ലേ. വളരെ സ്നേഹത്തോട് അടുത്തിരുന്നിട്ട് പറഞ്ഞു, ഫഇൻ കുൻതി ബരീആ, നീ നിരപരാധിയാണെങ്കിൽ ഫസയുബ്രിഉകില്ലാ, നിന്റെ കാര്യത്തിൽ അല്ലാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും, വിഷമിക്കേണ്ടതില്ല. ഇനി വഇൻ കുൻതി അൽമംതി ബിദംബിൻ, എന്തെങ്കിലും മനുഷ്യ സഹജമായ നിലക്കുള്ള അബദ്ധങ്ങൾ ആയിഷ വന്നുപോയെങ്കിൽ അപ്പോഴും നീ പേടിക്കേണ്ടതില്ല. ഫസ്തഗ്ഫിരില്ലാ, അല്ലാഹുവിനോട് നീ പൊറുക്കലിനെ ചോദിക്കണേ. വതൂബി ഇലൈഹി, അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. വേറെ ആക്ഷേപത്തിന്റെ ഒരു വർത്താനൊന്നും പറഞ്ഞില്ല. എന്ത് പണിയാ ചെയ്തത്, എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നത് ഇല്ല. അത്രയും മനസ്സ് ടെൻഷൻ പിടിച്ചൊരു കാലം വേറെ ഉണ്ടായിട്ടില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യയെക്കുറിച്ച് കൊടുമ്പിരി കൊള്ളുന്ന പ്രചരണം ഒരു മാസക്കാലമായി കൊണ്ട് മദീനയിൽ ചൂടുപിടിച്ച തെരുവോരങ്ങളിൽ യഹൂദികളും മുനാഫിക്കീങ്ങളും അതിൽ വിശ്വസിച്ചിട്ട് പെട്ടുപോയ വിശ്വാസികളിൽ ചില ആളുകൾ പോലും അതിൽ പെട്ടുപോയി എന്ന് പറയുമ്പോ എത്രത്തോളമാണ് ശത്രുവിന്റെ പ്രചരണത്തിന്റെ ഊക്കുണ്ടായിട്ടുണ്ടാവുക എന്ന് നമുക്കതിൽ നിന്ന് ഊഹിക്കാനേയുള്ളൂ. അല്ലെങ്കിൽ സഹാബിമാരയിൽ വിട്ടുപോകും. അത്ര ശത്രു അത് വളരെ തന്മയത്വത്തോടെയാണ് ആ കുപ്രചരണം സത്യാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്കാണ് മദീനയിൽ പ്രചരിപ്പിച്ചത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയിച്ചു എന്നല്ല, എന്തെങ്കിലും മാനുഷികമായിട്ട് വന്നുപോയെങ്കിൽ തൗബ ചെയ്യാം.
നീ അതല്ല നിരപരാധിയാണ്, നീ വിഷമിക്കണ്ട, അല്ലല്ലേ നമ്മുടെ കൂടെ. കണ്ടോ എന്തൊരാശ്വാസം. കരയുകയും വിഷമിക്കുകയും ചെയ്യുന്ന നേരത്ത് പോലും സമാശ്വസിപ്പിക്കുന്ന, തന്റെ ഇണയുടെ മനസ്സറിഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് നമുക്ക് കാണുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാൻ ഋതുമതിയായിരിക്കുന്ന നേരത്ത് പോലും അള്ളാന്റെ റസൂൽ പലപ്പോഴും എന്റെ മടിത്തട്ടിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, എന്റെ മടിയിൽ കിടക്കാറുണ്ട്. അതുപോലെ തന്നെ മദീനത്തെ പള്ളിയിൽ അബ്സീനിയായിൽ നിന്ന് എത്യോപ്യക്കാരായ കുറെ കായികാഭ്യാസികൾ വന്നുകൊണ്ട് അവരുടേതായ കായികമായ ആയുധാഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ ചോദിച്ചു, പ്രവാചകരെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാനൊന്ന് കണ്ടോട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നേരെ എന്നെ പിന്നിൽ നിർത്തിക്കൊണ്ട് നോക്കിക്കോ, കണ്ടോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുമലിലേക്ക് എന്റെ കവിളിങ്ങനെ വെച്ചിട്ടാ നോക്കിക്കണ്ടത്. ഏറെ നേരം ഞാൻ നോക്കിക്കണ്ടു. മതിയോ എന്ന് ചോദിച്ചു എന്നോട്. മതി എന്ന് പറഞ്ഞപ്പോഴാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടം വിട്ട് പോകുന്നത്. ആ നിലക്ക് തന്റെ ഭാര്യയുടെ മനസ്സിനെ സമാധാനമുണ്ടാക്കി തീർക്കുന്ന രൂപത്തിൽ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ഒരോട്ട മത്സരം നടത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച നേതാവ്, ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ജനനായകൻ, ലോക സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണയോടത്ത് ഗൗരവമാർന്ന ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ ഒരു യാത്രക്കിടയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരീരത്തിന് തടിയൊന്നുമില്ല, ഇറച്ചിയൊന്നുമില്ല, ഞാനൊരു എല്ലും കോലായിട്ട് ഒരു ചെറിയൊരു ചെറുപ്പക്കാരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലത്ത് അള്ളാന്റെ റസൂല് കൂടുള്ള സഹാബിമാരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് ഓടിപ്പോയി കാളിൻ സുമ്മക്കാലി, എന്നിട്ട് എന്നോട് ആയിഷ ഇടുവാ, നമുക്കൊരു മത്സരം നടത്താം. സഹാബികളോടൊക്കെ മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. നബിയും ആയിഷ ബീവിയും ഒറ്റക്കായിട്ട് എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് ഒരു മത്സരം നടത്താം. ഞാനും അള്ളാന്റെ റസൂലും കൂടെ മത്സരിച്ച് ഓടി, ഞാൻ ജയിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ ജയിച്ചു. അള്ളാന്റെ റസൂൽ ഒന്നും പറഞ്ഞില്ല, തോറ്റല്ലോ, ഒന്നും പറഞ്ഞില്ല. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു, എനിക്ക് ശരീരത്തിൽ അല്പം മുഴുപ്പൊക്കെ വരാൻ തുടങ്ങി. എന്റെ ശരീരമൊക്കെ നന്നായി, കുറച്ച് തടി വെച്ചു. ഞാൻ കഴിഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ ഇരിക്കെ വേറൊരു യാത്രയിൽ അള്ളാന്റെ റസൂൽ സഹാബിമാരോടെന്ത് പറയുന്നു, എല്ലാവരും മുന്നോട്ട് നടക്കാൻ, എല്ലാവരും മുന്നോട്ട് നടക്കി. അവരോടൊക്കെ മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. സുമ്മഖാല, എന്നോട് പറഞ്ഞു, തആലി, വാ, ഇനി ഒരു മത്സരം നടത്തിയാലോ? അങ്ങനെ ഫസാബഖ്തുഹു ഫസബഖനി, ഞാൻ ഹബീബുമായിട്ടൊരു മത്സരം നടന്നു, അള്ളാന്റെ റസൂൽ വിജയിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആ മത്സരത്തിൽ വിജയിച്ചത്. ഫജഅല യൽഹഖു വഹുവ യഖൂൽ, ആ സമയത്ത് അള്ളാന്റെ റസൂൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഹാദിഹി ബിതിൽക, ഇത് അന്നത്തേന് പകരാണ് കേട്ടോ, ഇത് അന്നത്തതിന് പകരമാണ് കേട്ടോ എന്നും പറഞ്ഞു. ജീവിതത്തിന്റെ ഓരോ മറക്കാനാവാത്ത ഏടുകൾ, കേട്ടുകേൾവി, ഊഹങ്ങൾ ഒന്നുമല്ലത്, പച്ചയായ ജീവിതത്തിന്റെ കൃത്യമായ ഏടുകൾ. ലോകത്ത് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര രൂപത്തിലുള്ള മാനസികോല്ലാസത്തിന്റെയും അടുപ്പത്തിന്റെയും വാത്സല്യത്തിന്റെയും സ്നേഹമസൃണമായ പെരുമാറ്റത്തിന്റെയും മകുടോദാഹരണങ്ങൾ. അതുകൊണ്ടാ അവിടുത്തേക്ക് ധൈര്യമായി പറയാൻ സാധിച്ചത്, വഅന ഖൈറുക്കും ലി അഹ്ലീൻ. നമുക്കങ്ങനെ പറയാൻ കഴിയോ? വഅന ഖൈറുക്കും ലി അഹ്ലീൻ, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും മെച്ചപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറയാൻ സാധിച്ചത് അവിടുന്ന് അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മുടെ ഭാര്യമാരോടാ ചോദിക്കേണ്ടത്. സാധിക്കുമോ ഇല്ലേ? അപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അർത്ഥത്തിലേറെ അവിടുന്ന് അവിടുത്തേതായ സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ധാരാളം ഭാര്യമാരുണ്ടായിട്ടും ഒരാളുടെയും പ്രവാചകൻ ഒരാളെയും അന്വേഷിക്കാതിരുന്നിട്ടില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല സുബ്ഹ, സഹാബത്ത് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ജലസ ഫീ മുസല്ലാഹ്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കും. വജലസ അന്നാസു ഹൗലഹു ഹത്താ തത്ലുഅ അശംസ്, ജനങ്ങളും പ്രവാചകന്റെ ചുറ്റും സൂര്യോദയം നടക്കുന്നത് വരെ ഇരിക്കും. അതൊരു സുന്നത്താണല്ലോ, ഏറ്റവും പുണ്യമുള്ളതാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് ഡ്യൂട്ടിയില്ലാത്ത, തിരക്കില്ലാത്ത ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ
നമ്മൾ നടപ്പിൽ വരുത്തി, കഴിയുന്നത്ര നമ്മളും നടപ്പിൽ വരുത്തേണ്ടുന്ന ഒരു സമ്പ്രദായമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മറ്റു തിരക്കുകളൊന്നുമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഇരിക്കും സൂര്യോദയം വരെ. വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഉംറക്ക് സമാനമാണെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും ഏറെ പുണ്യമുള്ള ഒരു സ്വഭാവമാണത്. സൂര്യൻ ഉദിച്ചൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് അഥവാ ളുഹായുടെ ആദ്യത്തെ ടൈമിൽ തന്നെ ളുഹ 2 റക്അത്ത് നിസ്കരിച്ച്, അത് സൂര്യൻ ഉദിച്ച ഉടനെ നമുക്ക് അനുവദിക്കപ്പെട്ട സമയമായതുകൊണ്ട് അതിന് സ്വലാത്തുൽ ഇശ്റാഖ് എന്ന പേരിലും കൂടി പേരുണ്ട്. അതൊക്കെ നമ്മൾ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ വളരെ കൃത്യമായി വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സൂര്യോദയം വരെ ഇരുന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ പതിവെന്താണ്? തുമ്മ യദ്ഖുലു അലാ നിസാഇഹി ഇംറഅതൻ. എല്ലാ ഭാര്യമാരുടെ അടുക്കലേക്കും ഓരോരുത്തരുടെ അടുക്കലായിട്ട് കയറി ചെല്ലും. എല്ലാവരുടെ അടുക്കലും കയറി ചെന്ന് അവർക്ക് സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരുടെ ആവശ്യങ്ങളൊക്കെ അന്വേഷിച്ചറിയും, പറയാനുള്ളതൊക്കെ കേൾക്കും. ഫൈദാ കാന യൗമു ഇഹ്ദാഹുന്ന കാന ഇൻദഹാ. അന്നത്തെ ദിവസം ആർക്കാണോ നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ അവിടെ മാത്രമേ അന്തിയുറങ്ങുകയുള്ളൂ എന്ന് മാത്രം. അന്തിയുറക്കം ആർക്കാണോ നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ അവിടെ മാത്രമായിരിക്കും. അതല്ലാത്ത സമയങ്ങളിലൊക്കെ മറ്റേടത്തെല്ലാം ചുറ്റിക്കറങ്ങി എല്ലാവരുമായിട്ടും അന്വേഷണങ്ങളും കൂടിയാലോചനകളും ആ രൂപത്തിലുള്ള ആവശ്യങ്ങൾ അറിയലും നല്ല നിലക്കുള്ള പെരുമാറ്റങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു സൂക്ഷിച്ചു പോരാറുണ്ടായിരുന്നു. ആ നിലക്ക് തന്നെ അവിടുന്ന് മുന്നോട്ട് പോകാറുണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ഭാര്യമാര് പറയുന്നത്. മാത്രമല്ല, ചരിത്രത്തിൽ ഒരിക്കലും ഒരാൾക്കും ഒരാണിനും കഴിയാത്ത ഒരു വലിയ സഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയ സഹനത്തിന്റെ ഒരു സാമ്പിൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയൂല. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ബഅദി നിസാഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിലായിരിക്കെ, അവിടെ വേറെയും സഹാബികളൊക്കെ ഉണ്ട് കേട്ടോ, അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അവരാണ് സംഭവത്തിന്റെ സാക്ഷിയാണ്. വേറെയും സഹാബിമാരൊക്കെ ഉണ്ട്. അവിടെ ഒരു വിരുന്നുണ്ട്, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോ ഫഅർസലത് ഇഹ്ദാ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ ബിസഹ്ഫ ഫീഹാ തആം. അപ്പൊ ഭക്ഷണം ആവശ്യമുണ്ട് ആ വീട്ടിലേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോ വേറൊരു ഉമ്മ വേറൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു തളികയിൽ ഭക്ഷണം കൊടുത്തയച്ചു. ഇത് വിശദീകരണത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. അവിടെയാണ് മറ്റുള്ളവർക്ക് ക്ഷണിക്കപ്പെട്ട് അവിടെയാണ് ഫുഡ് കൊടുക്കേണ്ടത്. ആ സമയത്താണ് കണ്ടറിഞ്ഞുകൊണ്ട് സൈനബ റളിയല്ലാഹു തആല അൻഹ എന്ന മറ്റൊരു ഭാര്യ ഒരു പ്ലേറ്റിൽ ഒരു പാത്രത്തിൽ ഭക്ഷണവുമായി കൊണ്ട് വേലക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. വേറെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു എന്നർത്ഥം. ഫളറബത്തില്ലത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹാ യദൽ ഖാദിം. കൊണ്ടുവന്ന വേലക്കാരന്റെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിന്റെ തളിക ഒരൊറ്റ തട്ടാണ് ആയിഷ ബീവി. ദേഷ്യം പിടിച്ചു. സ്വാഭാവികമായൊരു ദേഷ്യം. ഒന്നിലേറെ ഭാര്യമാരുണ്ടാകുന്നിടത്തുണ്ടാകുന്ന സ്വാഭാവികമായ മനുഷ്യപ്രകൃതമായ പ്രശ്നം. എന്താ നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാകുമ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓളൊന്നും കൊണ്ടുവരണോ? ആ നിലക്കുള്ള മാനുഷികമായ ഒരു ചിന്ത. ഭക്ഷണം കണ്ടോടുകൂടെ ദേഷ്യം പിടിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരും. ഇതിപ്പോ ഇവിടെ ഉണ്ടാക്കണല്ലേ, നമ്മളെ വീട്ടിലുണ്ടാവും, അവിടുന്ന് കൊണ്ടുവരില്ല. തട്ടി എന്ന് മാത്രമല്ല, ഫസഖത്തത്തി സഹഫ, തളിക താഴെ വീണു, ഫൻഫലഖത്ത്, അത് പൊട്ടിച്ചിതറി. പാത്രം പൊട്ടിച്ചിതറിയെന്ന് മാത്രമല്ല, ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണത്തിന്റെ അംശങ്ങളൊക്കെ തെറിച്ചു വന്നു. എന്താ അവിടെ സംഭവിക്കുക? നമ്മളാണെങ്കിൽ എന്താ സംഭവിക്കുക? ഉത്തരമൊന്നും ആരും പറയണ്ട. ഉത്തരം വളരെ ക്ലിയറാണ്. ആരും വിശദീകരിക്കണ്ട. എല്ലാവരുടെയും മുഖവും മനസ്സൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവിക്കുക. ചിലർക്ക് പെരുവിരൽ മുതൽക്ക് തരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്താ സംഭവിക്കാന്ന് അവിടെ ഒന്നും പറയേണ്ടതില്ല. അതും ആരുണ്ട്? വിളിച്ചു വരുത്തപ്പെട്ട ഗസ്റ്റ് ഉണ്ട്. ആലോചിച്ച് നോക്കണം. ഭാര്യ നമ്മൾ മാത്രമൊന്നുമല്ല, വിളിച്ചു വരുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ മുമ്പെന്നാല് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പെന്ന് ആളുകൾ നോക്കി നിൽക്കെ, മറ്റു സഹാബിമാരിൽ ചിലരൊക്കെ ഉണ്ടായിരിക്കെ ഭക്ഷണത്തിന്റെ പാത്രം ഒറ്റ തട്ടാണ്. എന്ത് സംഭവിക്കുന്നു അവിടെ നമ്മൾ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും വലിയ റഹ്മത്തുൽ ലിൽ ആലമീൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയേ നിങ്ങൾ ഏറ്റവും വലിയ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ലിൻതലഹും, നിങ്ങൾ അവരോടൊക്കെ വളരെ നേർമയോടെ പെരുമാറുന്നു. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക, നിങ്ങളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ
ആളുകളൊക്കെ നിങ്ങളുടെ ചുറ്റുഭാഗത്തു നിന്നും ഒഴിഞ്ഞു പോകുമായിരുന്നു. ലോകത്തുള്ള തന്റെ സഹാബിമാരോട് വരെ ഏറ്റവും നല്ല ഇടപെടലുകൾ ഇടപെട്ട മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞതാണ്, ആ നബിക്കേ അതിന് കഴിയൂ. ലോക ചരിത്രത്തിൽ ഒരാൾക്ക് സാധ്യമല്ലാത്ത കാര്യമാണ് അവിടെ നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പാത്രം പൊട്ടിയില്ലേ? ഫജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഖ സഹഫ. അല്ലാഹുവിന്റെ റസൂൽ നിലത്തേക്ക് കുനിഞ്ഞിരുന്നിട്ട് ഈ പൊട്ടിയ പാത്രമൊക്കെ ഇങ്ങനെ പെറുക്കാൻ തുടങ്ങി. പൊട്ടിയ പാത്രമൊക്കെ പെറുക്കിയിട്ട് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അള്ളാന്റെ റസൂല് കൈകൊണ്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ ശേഖരിച്ചു. ആലോചിച്ചു നോക്കണം, എന്തും പറഞ്ഞാൽ കേൾക്കുന്ന അനുസരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. സഹാബിമാരിൽ പലരുണ്ട്. അള്ളാന്റെ റസൂലിന് പറഞ്ഞാൽ മതി, അതൊന്ന് പെറുക്കി. നബിതങ്ങൾ പറഞ്ഞില്ല. പ്രവാചകൻ സ്വന്തം കുനിയുകയാണ്. കുനിഞ്ഞ് നിരത്തിയിരുന്നിട്ട് ആ തട്ടിത്തെറിപ്പിച്ച പാത്രത്തിന്റെ ചീളുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഭക്ഷണം അതിലേക്ക് ശേഖരിച്ചു വെച്ചിട്ട് സഹാബിമാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോളിൻ. ഗാറത്ത് ഉമ്മുക്കും നിങ്ങളമ്മ ദേഷ്യം പിടിച്ചിന്, നിങ്ങളമ്മ ദേഷ്യം പിടിച്ചിന് 2 തവണ പറഞ്ഞു. ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുമ്മാക്ക് ഈറ പിടിച്ചിരിക്കുന്ന അതിന്റെ അർത്ഥം. ഗീറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഈറയില്ല, അത് ഈ സഹകളത്രകൾ ഉള്ളപ്പോഴുള്ള ഈറയാണ്. 2 പെണ്ണുങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 പെണ്ണുങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ആ ഭാര്യയോടുണ്ടാകുന്ന മാനുഷികമായ നിലകൾ എന്താ അങ്ങനെ, അതിപ്പോ എന്താ അങ്ങനെ എന്നുണ്ടല്ലോ, ആ നിലക്ക് ആ രൂപത്തിലുള്ള ഒരു ഗീറയാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ പറയാണ്, നിങ്ങളമ്മക്ക് ദേഷ്യം പിടിക്കണേ, നോ പ്രോബ്ലം, നിങ്ങൾ കഴിച്ചോളിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ടോ ഈ പകരത്തിന് ചെയ്യണ്ടേ? പാത്രം പൊട്ടിയില്ലേ, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേലക്കാരനോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്നൊക്കെ പോകാൻ വരട്ടെ. എവിടെയാണോ അള്ളാന്റെ റസൂൽ ഉള്ളതെങ്കിൽ, നേരത്തെ പറഞ്ഞു ആയിഷ ബീവിയുടെ വീട്ടിലാണ്, ആ വീട്ടിലുള്ള നല്ലൊരു പാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ നല്ല പാത്രം പൊട്ടിയ പാത്രത്തിന് ബദലായിട്ട് സൈനബ ബീവിയുടെ വീട്ടിലാണ് കൊടുത്തയച്ചു. അത് തിരിച്ചുകൊണ്ടായിക്കോ. പാത്രം പൊട്ടിയില്ലേ, പൊട്ടിയതിന് പകരം നല്ല പാത്രം കൊടുത്തു. ആരാണോ പൊട്ടിച്ചത്, പൊട്ടിച്ച ആളെ വീട്ടിൽ പൊട്ടിച്ച പാത്രം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് എവിടത്തേക്കുണ്ടായിരുന്നു. സാന്ദർഭികമായിട്ട് നമുക്ക് പറയാം, പ്രവാചകന്റെ ഭാര്യമാരിൽ 10ഓളം ഭാര്യമാരെ ക്രമപ്രകാരം ഏതാണ്ട് അവരുടെ വിവാഹ കാലഘട്ടത്തെ കോർത്തിണക്കിക്കൊണ്ടൊരു കവി വിശദീകരിച്ചിട്ടുണ്ട്. സൗജാതുഹു ബഅദ ഖദീജിൻ സൗദാ ആയിഷത്തുൻ ബിക്റം ഫഖത് വ ഹഫ്സാ ഉമ്മു ഹബീബത വ ഹിന്ദുൻ സൈനബു സഫിയത്തുൻ ബിൻതു ഹുയൈൻ അഖ്തബു കദാ ജുവൈരിയതു മൈമൂന അൻ തിസ്ഇഹിന്ന മാത ബിൽ മദീന. 10ഓളം ഭാര്യമാരെ ഒന്നിച്ച് ഓർത്തിണക്കിക്കൊണ്ട് ആ കവിതാശകലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ അള്ളാന്റെ റസൂൽ ഏറെ സ്നേഹിച്ചു എന്നാ പറയുന്നത്. ഏറെ സ്നേഹിച്ചിട്ടുണ്ട്. ദേഷ്യം പിടിച്ച നേരത്ത് പോലും സഹനത്തിൽ തന്നോട് ദേഷ്യം പിടിച്ചത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മകളെ ശകാരിക്കാൻ വേണ്ടി കടന്നു വന്ന സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിലായിരിക്കെ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരാൻ അനുവാദം ചോദിക്കുകയാണ്. ആ സമയത്ത് ബാപ്പ കേൾക്കുന്നത് മകള് വല്ലാതെ ഒച്ചട്ട് സംസാരിക്കുന്നതാ കേൾക്കുന്നത്. നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിക്കൊണ്ട് അവര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് അവര് കയറി വന്നു. അടിക്കാനൊരുങ്ങി. വാപ്പ എന്താണ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഒച്ചയുയർത്തി സംസാരിക്കേ? അടിക്കാനൊരുങ്ങി. എന്താണ് അള്ളാന്റെ റസൂലിന് മുമ്പിൽ ഒച്ചയുയർത്താൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ സംരക്ഷിച്ചു. നിങ്ങൾ തലലി സംരക്ഷിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചിട്ട് തല്ലാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേക്ക് റസൂലിനെ പ്രൊട്ടക്ട് ചെയ്തില്ലേ? ദേഷ്യം പിടിച്ച് പുറത്തേക്കാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിച്ചു, കൈഫ റഅയ്തിനി അൻഖസ്തുക മിനർ റജുലി, എങ്ങനെയുണ്ട്? എന്റെ ഉപ്പയെങ്ങാനും നിന്നെപ്പാൻ കെട്ടിക്കുകയാണെങ്കിൽ അടിച്ച് കാര്യം തെളിയിക്കൂലേ? അങ്ങനെ രക്ഷിച്ചില്ലേ? അതും വരെ ഒരു സ്നേഹത്തിന്റെ ഉദാഹരണമായിക്കൊണ്ട് എടുത്ത് പറഞ്ഞു. എന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു, അതിലെപ്പോ കണ്ടില്ല നീ എന്ന് പറഞ്ഞ് പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറയാണ്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോൾ രണ്ടാളും നല്ല സന്തോഷത്തിലിരിക്കുകയാണ്.
അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ഖിലാനി ഫീ സിൽമികുമാ. നല്ല മൂഡിലാണല്ലോ രണ്ടാളും. നിങ്ങൾ തിരക്കുണ്ടായ കാലത്ത് ഞാൻ വന്നതല്ലേ, ഇനിയിപ്പോ നല്ല സന്തോഷമുള്ള സമയത്ത് ഞാനൊന്ന് കടന്നു വരട്ടെ. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഖദ് ഫഅൽന. ഒന്നുമില്ല, ഇവിടെ വളരെ സന്തോഷമാണ് എപ്പോഴും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മോശനോട്, മകളുടെ ഭർത്താവിനോട്, ഒരിക്കലും ഞങ്ങൾക്ക് തമ്മിലൊരു പ്രശ്നമില്ലാണ്. അതെന്ത് കേൾക്കുമ്പോൾ ഒരു അമ്മോശന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം എത്രയാണ്. ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ എപ്പോഴും തന്റെ മകൾ പൂർണ്ണ സന്തോഷവതിയാണ് ആ വീട്ടിൽ എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം വേറെ ഇല്ല. അതിന് കഴിയണം. അതിനനുസരിച്ച വാക്കുകളായിരിക്കണം, പെരുമാറ്റങ്ങളായിരിക്കണം ഒരു ഭർത്താവിൽ നിന്ന് ഉണ്ടാകേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാപ്പയെ സന്തോഷിപ്പിക്കണേ, ഒന്നുമില്ല, ഇവിടെ വളരെ സന്തോഷത്തെ, വളരെ നല്ലതല്ലേ, സന്തോഷത്തിലല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇങ്ങനെ സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി സഹിക്കുകയും ക്ഷമിക്കുകയും ആ രൂപത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേറെയും ഇവിടുത്തെ ജീവിതത്തിന്റെ ഏടുകളുണ്ട്, വേറെയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും റബ്ബിന്റെ കാവലും തുണയും ഉണ്ടാകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. സഹോദരങ്ങളെ, 2-3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ജമാഅത്തിന് ഇനി 5 മിനിറ്റാണുള്ളത്. എല്ലാവരും പോകാൻ വേണ്ടി ഉടനെ റെഡിയാവുക. അതുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. ഒരു 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പായി മക്കയിലെ ഹറമിലെ ഇമാം ലോഞ്ചിങ് നിർവഹിച്ച പീസ് റേഡിയോ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആ പീസ് റേഡിയോ നിങ്ങളുടെയൊക്കെ സ്മാർട്ട് ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും പീസ് റേഡിയോ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ, ആൻഡ്രോയിഡ് ഫോണുകളാണെങ്കിലും ഐഫോണുകളാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വിശദ വിവരങ്ങൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഫോണുകളിലും റേഡിയോ വരും. ഓൺലൈൻ റേഡിയോ ആണ്, വിശദീകരിക്കാൻ സമയമില്ല. ധാരാളക്കണക്കിന് നമുക്കാവശ്യമായ എല്ലാ വിജ്ഞാനങ്ങളുടെയും ഒരു കലവറയും ഒരു കേന്ദ്രവുമാണ് പീസ് റേഡിയോ. 24 മണിക്കൂറും പ്രക്ഷേപണമുണ്ടത്. നിങ്ങൾ പഠിക്കാനുള്ള ഖുർആൻ, ഹദീസ്, ചരിത്രം, മറ്റു കാര്യങ്ങളെല്ലാം ഇത്രത്തോളം ഈ മദ്രസ വരെ അതിലുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നിങ്ങൾ അതിനെ അടുത്തറിയണം എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, നമ്മുടെ നാട്ടിൽ കലാലയങ്ങളൊക്കെ അടഞ്ഞുകിടക്കുന്ന സമയമാണിപ്പോൾ. കുട്ടികളൊക്കെ ഇനി ജൂണിൽ പുതിയ സ്കൂൾ പ്രവേശനത്തിന് പോകുന്നതിന്റെ മുമ്പായി അവർക്കുള്ള വസ്ത്രം, അതുപോലെ തന്നെ പഠനോപകരണങ്ങളില്ലാത്ത ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നത് പോലെ പാവപ്പെട്ട കുട്ടികൾക്ക് കൂടി അത് ലഭ്യമാവാൻ ആവശ്യമായ നിലക്ക്, അവർക്കൊരു കൈത്താങ്ങ് എന്ന നിലക്ക് നമ്മുടെ നാട്ടിൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് ആവശ്യമായത് 1000 രൂപയുടെ വസ്തുക്കളാണ്. ഇന്ത്യൻ രൂപ 1000, ഇന്നിപ്പോൾ 57 56 ഒക്കെ വരുന്ന അത്രയും ദിർഹം കൊടുത്താൽ ഒരു കുട്ടി സന്തോഷത്തോടെ നമ്മുടെ മറ്റു മക്കളുടെ കൂടെ കലാലയങ്ങളിലേക്ക് പോകും. കാശില്ലാത്തത് കൊണ്ട് പഠനം മുടങ്ങുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഈ ഫണ്ടിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണം. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ അക്ഷരം പ്രതി അഥവാ അക്ഷരം മുതൽക്ക് അങ്ങോട്ട് വായിക്കാൻ അറിയാത്ത തകരാറുള്ള പല ആളുകളും ഉണ്ടാവും. എനിക്ക് ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അക്ഷരം വരെ അറിയില്ല. എന്നാൽ ഇവിടെ അബുദാബിയിലെ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകന്മാർ ഖുർആനിന്റെ ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി അതിന്റെ പ്രാഥമികമായ അക്ഷരങ്ങൾ ആൽഫബറ്റ് മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു ക്ലാസ് വെള്ളിയാഴ്ച രാവിലെ മുതൽ, രാവിലെ വെള്ളിയാഴ്ച ഇവിടെ ആരംഭിക്കാൻ പോകുന്നുണ്ട്. സമയം പാഴാക്കാതെ ഉടനെ നിങ്ങൾ എല്ലാവരും ബന്ധപ്പെട്ട് ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സംരംഭങ്ങളിൽ നമുക്ക് ഏറ്റവും ഒഴിവുള്ള സമയമാണ്. ആ സമയം ഉപയോഗപ്പെടുത്തണം എന്ന്